ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം, ചുമലിൽ ജീവിത ഭാരം. ഈ പാട്ട് നമ്മുടെ ഒരു പഴയ പാട്ടാണെങ്കിലും ഈ നിലവിൽ ഈ അവസ്ഥ പോർട്രേ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല നേതാവ് ഡൊണാൾഡ് ട്രംപ് ആണ്. കാരണം ഒരിടത്ത് ബ്രിക്സ്, അതിന്റെ അപ്പുറത്ത് RIC ട്രോയിക്ക, അതിന്റെ അപ്പുറത്ത് ചൈന റെയർ എർത്ത് മെറ്റൽസ് തരുന്നില്ല, റഷ്യ യുദ്ധം നിർത്താൻ തയ്യാറല്ല, ഇന്ത്യ ആണെങ്കിൽ വ്യാപാര കരാറിനായിട്ട് അമേരിക്കയെ 7 ഇല തടുപ്പിക്കുന്നില്ല. അതിന്റെ അപ്പുറത്താണെങ്കിൽ കുറെ യൂറോപ്യൻ നേതാക്കളും വേറെ കുറെ കാശിന് കൊള്ളാത്ത കുറെ നേതാക്കളുമൊക്കെ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ട്രംപിന്റെ വാതിലില്. ഒരു യുദ്ധമുണ്ട്, അത് നിർത്തി തരണം എന്ന് പറഞ്ഞ് സെലൻസ്കി കഴിഞ്ഞ ദിവസം വന്ന് ട്രംപുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി. അതിനുമ്പ് പുടിൻ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതൊരു പോസിറ്റീവ് നോട്ടിൽ പിരിഞ്ഞു എന്നാണ് കേൾക്കുന്നതെങ്കിലും പക്ഷെ ഇപ്പോ പുടിൻ അതിനുശേഷം ആക്രമണത്തിന്റെ ആക്കം ഒന്ന് കൂട്ടിയിരിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അമേരിക്കയുടെ പാട്രിയറ്റ് ഒക്കെ അടിച്ച് തകർത്തു, റഷ്യയിലുണ്ടായിരുന്നു ഉത്തര കൊറിയ മിസൈലുകൾ വെച്ച് അടിച്ച് തകർത്തു. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ക്ലോണാണ് പുടിന്റെ ക്ലോണാണ് അവിടെ ട്രംപിനെ കണ്ടിരിക്കുന്നത്, ഒറിജിനൽ പുടിൻ അല്ല. അതൊരു ഫാക്ട് ആയിരുന്നു, ഒരു ഫാക്ട് അല്ല, ഒരു ഫണ്ണി ഫാക്ട് ആയിരുന്നു. അപ്പോ ഇന്ന് അതുപോലെ പൂപ്പ് ക്ലോസറ്റ് എന്ന് പറഞ്ഞൊരു ക്ലോസറ്റും കൊണ്ടാണ് പുടിൻ ചെന്നില്ലെന്ന് പറഞ്ഞത്. പൂപ്പ് ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ പുടിൻ എവിടെ പോയിരുന്നാലും ഈ ക്ലോസറ്റും കൊണ്ടാണ് പോകുന്നത്. അതായത് പുടിൻ മലമൂത്ര വിസർജനം നടത്തണമെങ്കിൽ പുടിൻ അവിടെ നടത്തില്ല, ഈ ക്ലോസറ്റിലേ നടത്തുകയുള്ളൂ. എന്നിട്ട് ഇത് റഷ്യയിലേക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടെ ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ കാരണം ഈ മലമെടുത്ത് പരിശോധിച്ച് പുടിന്റെ അസുഖങ്ങൾ കണ്ടെത്താനുള്ള നീക്കം ഇവർ നടത്തും. അതുവഴി പുടിനെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കാനായിട്ട് ശത്രു രാജ്യങ്ങൾക്ക് കഴിയും. പിന്നെ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും ഇത്തരത്തിൽ നടത്താറുണ്ട്. പിന്നെ ലോകത്തെ വിറപ്പിച്ചതിന് വേറൊരു ഭരണാധികാരിയായിട്ടുള്ള പിണറായി വിജയൻ നവകേരള ബസ്സിനകത്ത് ഈ ക്ലോസറ്റുമായിട്ട് പോയത് നമുക്കറിയാം. അപ്പൊ ഈ 3 ഭരണാധികാരി ഞാൻ കേട്ടിട്ടുള്ളത്, എനിക്കറിയില്ല വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന്. എന്തായാലും ഈ സെലൻസ്കിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ ഈ സമയത്ത് ട്രംപ് വളരെ ശാന്തനായിരുന്നു. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഇത് നിർത്തിയാൽ മതി എന്നുള്ളൊരു തലവേദന കേസാണ്, എങ്ങനെയെങ്കിലും ഇത് നിർത്തിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. കഴിഞ്ഞ തവണ സെലൻസ്കിയെ അടിച്ചോടിച്ചെങ്കിലും ഇത്തവണ സെലൻസ്കി വന്നപ്പോൾ സെലൻസ്കി മറ്റേ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വന്നപ്പോൾ ട്രംപിന് സന്തോഷമായി. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഇപ്പൊ സന്തോഷമായോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത്, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇദ്ദേഹത്തിന് കോട്ടും സൂട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ചേരും, ആ മുഖത്തേക്കൊന്ന് നോക്കൂ, എന്തൊരു ഭംഗിയാണ്, എന്തൊരു ചൈതന്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപ് വലിയ ഷോ ആയിരുന്നു അവിടെ കഴിഞ്ഞുകൊണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഈ യുദ്ധം നിർത്താനായിട്ട് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് സെലൻസ്കിക്ക് മാത്രമാണ് കഴിയുന്നത്. ഉടനെ സെലൻസ്കി തിരിച്ചു പറയുന്നു, ഈ യുദ്ധം പുടിൻ നിർത്തിക്കാണണമെന്ന് പുടിൻ ആഗ്രഹിക്കുന്നു എന്ന് സെലൻസ്കി പറയുന്നു. ട്രംപ് പറയുന്നു, യാ കറക്റ്റ്, അത് വളരെ ശരിയാണ്, ഈ യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തണമെന്നാണ് പുടിനും എന്നോട് സംസാരിക്കുന്നതെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പ്രശ്നം എവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥലങ്ങളെല്ലാം അങ്ങോട്ടേക്ക് വിട്ടുകൊടുക്കണം, ഇവർ കീഴടക്കണം, യുക്രൈൻ കീഴടക്കണം. നിർത്താനായിട്ട് പറ്റില്ല. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കീഴടങ്ങില്ല. ഇവർ കീഴടങ്ങിയാൽ അത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ നാണക്കേടായി പോകും. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് കഴിഞ്ഞ ദിവസം ട്രംപ് സംസാരിച്ചപ്പോഴും ട്രംപിന്റെ ഏറ്റവും വലിയ പോയിന്റ് ഇതായിരുന്നു, കീഴടങ്ങണം, ഇല്ലാതെ വേറെ നിവർത്തിയില്ല. അപ്പൊ പൈസ ആര് കൊടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപ് പറയുന്നു, അത് നിങ്ങൾ എല്ലാവരും കൂടെ പിരിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി, യുക്രൈന് ഞങ്ങളൊന്നും തരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നുള്ള ലെവലിലേക്ക് പോയി. എന്നിട്ട് ട്രംപ് അവസാനം എല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം, അപ്പൊ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ത്രികക്ഷി സഖ്യം ഉണ്ടാക്കാം, ഞാനും നിങ്ങളും പിന്നെ നമുക്ക് റഷ്യയെ കൂടെ വിളിക്കാം, എന്നിട്ട് നമുക്കൊരു ചർച്ച നടത്താം. അതാവുമ്പോൾ ഇത് പെട്ടെന്ന് തീർക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാകും. അതിനു മുമ്പ് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ വിളിച്ച് ഞാൻ സംസാരിച്ചോളാം, പ്രശ്നമില്ല, പുടിൻ എന്റെ ഒരു വിളിക്കായി കാത്തിരിക്കുകയാണെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ട്രംപ് വേറൊരു കാര്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്, നിങ്ങൾ അസ്യൂനോ, നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഞാൻ 6 യുദ്ധങ്ങൾ നിർത്തിയല്ലോ, 2 യുദ്ധം ഉണ്ടായിരുന്നുള്ളൂ ഇയാൾ വന്നപ്പം, 6 6 ഈ 6 ഞാൻ നിർത്തിയല്ലോ. 6 നിർത്തിയ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് അറിയാലോ, നോബൽ സമ്മാനം തന്നൂടെ, ഇരക്കുകയാണ് പുള്ളി. അതാണല്ലോ എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു, ചിരിക്കണോന്ന് പറഞ്ഞാൽ ചിരിക്കാം, കരയണോന്ന് പറഞ്ഞാൽ കരയാം, അതേസമയം ഗൗരവമേറിയ ചർച്ചയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതുമാണ്. എന്നാൽ റഷ്യ ഈ ചർച്ചയൊന്നും കണ്ടപാട് നടിക്കുന്നില്ല, അവർ ആക്രമണം കടുപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതെന്താണ് സംഭവിക്കുന്നത്? ഈ ട്രംപിന് ഇത് നിർത്താനായിട്ട് സാധിക്കില്ല. ഇത് ഇപ്പൊ നിർത്തേണ്ട ഏറ്റവും വലിയ ആവശ്യം ട്രംപിനാണ്. കാരണം എർത്ത് മെറ്റൽസ് കിട്ടുന്നില്ല, വ്യാപാര കരാർ നടക്കുന്നില്ല, റഷ്യ ആണെങ്കിൽ അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല, വലിയ രീതിയിലുള്ള ഒരു ആന്റി ഇൻക്യുംപെൻസി ഉണ്ടാവുന്നു അമേരിക്കയിൽ. അവര് ട്രംപിനെതിരെ മാധ്യമങ്ങളൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. കാരണം ട്രംപ് US നാണം കെടുത്തി എന്നാണ് പറയുന്നത്. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ, മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആപ്തവാക്യം പോലും നിങ്ങൾ പണയം വെച്ചു എന്നാണ് അവർ പറയുന്നത്.
വൻകിട ടെക് ഭീമന്മാരെല്ലാം ട്രംപിനെതിരെ വരികയാണ്. ബില്യണേഴ്സ് ട്രംപിനെതിരെ വരികയാണ്. അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ധർ വരികയാണ്. പ്രതിപക്ഷം ട്രംപിനെതിരെയായി. എന്തിനു പറയുന്നു? ഭരണപക്ഷത്തിലെ അന്തഃപുരങ്ങളിൽ പോലും ഇയാളുടെ നയങ്ങൾ ശരിയല്ല എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു നീക്കം വരികയാണ്. അപ്പൊ ട്രംപ് ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നിരോധിക്കുക. ആലോചിച്ച് നോക്കിയാൽ തിരഞ്ഞെടുപ്പ് നിരോധിച്ചാലോ? അതാകുമ്പോ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കാമല്ലോ. EVM നിരോധിക്കാൻ പോവാണ് ഞാൻ. പിന്നെ ഈ ഇമെയിൽ വഴി വോട്ട് ചെയ്യുന്നു, അത് ഇനി വേണ്ട, അത് നടക്കില്ല. അപ്പൊ അപ്പുറത്തെ പ്രതിപക്ഷം പറയുന്നു ഇത് ഈ EVM നിരോധിക്കാനുള്ള പരിപാടിയല്ല, ഇത് ഇയാൾക്ക് തെരഞ്ഞെടുപ്പ് നിരോധിക്കാനുള്ളതിന്റെ ആദ്യ പടിയാണ് ഇയാൾ നടത്തുന്നതെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മൊത്തം ഒരു കോലാഹലമാണ് നടക്കുന്നത്. ഇപ്പുറത്ത് സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്, റഷ്യ, ഇന്ത്യ, ചൈന. പക്ഷെ അപ്പുറത്ത് ഒട്ടും ക്ലിയർ അല്ല. ട്രംപിന് ആരും പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അയാൾ ലോകത്തോട് പറയുന്നത് ഞാൻ എല്ലാം പറഞ്ഞ് സോൾവ് ആക്കി എന്നാണ്. എവിടെ ചെന്ന് അവസാനിക്കും ഇത്? ഇന്നലത്തെ അവിടെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം പോയി. ഇന്നലത്തെ അവിടെ അമേരിക്കയിൽ നടന്ന ചർച്ചയിൽ ശ്രദ്ധാകേന്ദ്രം പോയത് സ്വാഭാവികമായി തന്നെ സെലൻസ്കിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു വാർത്ത സെലൻസ്കി എന്താണ് പറഞ്ഞത്. അപ്പോൾ ഓരോ രാഷ്ട്രത്തലവന്മാർക്കും സമയം അനുവദിച്ചിട്ടുണ്ട് അതിനെ ഈ യോഗത്തെ മീറ്റിങ്ങിനെ അഭിസംബോധന ചെയ്യാൻ. അങ്ങനെ നമ്മുടെ സെലൻസ്കി അദ്ദേഹം 4.5 മിനിറ്റാണ് ഈ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അതിൽ 11 തവണയാണ് ട്രംപിന് നന്ദി പറഞ്ഞത്. ശരിക്കും സെലൻസ്കി ട്രോളിയതാണോ അതോ ശരിക്കും പറഞ്ഞതാണോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. കാരണം ഈ ആകെ 4.5 മിനിറ്റ് സംസാരിച്ചേ ഉള്ളൂ സെലൻസ്കി പൊതുവായിട്ടുള്ള രീതിയിലുണ്ട്. അതിൽ 11 തവണയാണ് ട്രംപിന് നന്ദി പറയുന്നത്. ട്രംപും ഒട്ടും വിട്ടുകൊടുത്തില്ല. കോട്ട് നല്ലതാണ്, ഷൂസ് നല്ലതാണ് എന്നൊക്കെ ഉള്ള കാര്യം അത് പരസ്പരം ഒന്ന് പൂഴ്ത്തി എല്ലാവരും കൂടെ ഒന്ന് കൂടിയിരുന്നു. കാരണം നമുക്കറിയാം ഇവരെല്ലാവരും കൂടെ ഒരു ഗൗരവമുള്ള ഒരു ചർച്ച അവിടെ നടന്നിരുന്നത് അടി വീഴും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. കാരണം ഈ മാക്രോൺ ആയാലും UK പ്രൈം മിനിസ്റ്റർ ആരും ഇവരൊന്നും ആരും ഈ ട്രംപുമായിട്ട് അത്ര രമ്യതല്ല. ഈ രണ്ടാമതൊരു കാര്യമുണ്ട്, ഈ ഉക്രൈനെ ബാക്കപ്പ് ചെയ്യുന്ന മുഴുവൻ ഈ രാജ്യങ്ങളാണ്, ഫ്രാൻസും UKയും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങളാണ്. കാരണം അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ ഈ ഉക്രൈൻ വീണാൽ ഇല്ലെങ്കിൽ ഉക്രൈന്റെ ഒരു പകുതിയെങ്കിലും റഷ്യക്ക് കൊടുത്താൽ, ഇല്ലെങ്കിൽ റഷ്യ ചോദിക്കുന്ന പ്രദേശം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് റഷ്യയുടേത് ഈ പറയുന്ന രാജ്യങ്ങളായിരിക്കും. അമേരിക്കയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും നിലവിലില്ല. കാരണം റഷ്യയുമായി വളരെ അകലത്തിൽ കിടക്കുകയാണ് അവർ. അതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. പക്ഷെ ഇവന്മാർ പണി മേടിക്കുമെന്നുള്ള ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് വിട്ടുവീഴ്ച ചെയ്യുന്നത്. രണ്ട് അഭിമാനത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ തന്നെ എല്ലാവരും പറയുന്നത് 1-0 എന്നാണ് പറയുന്നത്. അതായത് ഈ പുടിൻ ട്രംപ് ചർച്ച, അതായത് ഒരു ഗോളിന് ഇപ്പോഴും പുടിൻ മുമ്പ് നിൽക്കുകയാണ്. 0 ആണ് അമേരിക്കയുടേതെന്ന് പൊതുവെ പറയുന്ന ഒരു കാര്യം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ചർച്ച കാണേണ്ടത്. പക്ഷെ ട്രംപ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ മയപ്പെട്ടു എന്ന് മാത്രമല്ല, വളരെ ബുദ്ധിപൂർവമായിരുന്നു ഈ ചർച്ചയെ കൈകാര്യം ചെയ്തത്. കാരണം ഒച്ചപ്പാടും ബഹളവും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. വളരെ സൗമ്യമായിട്ട് തന്നെ പുള്ളി അവിടെ ചെയ്തൊരു പണി എനിക്ക് തോന്നിയത് പുടിനുമായി നടത്തിയ ചർച്ച അവിടെ ബ്രീഫ് ചെയ്യുക മാത്രമാണ് ഉണ്ടായത്. പുടിൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത്. അതല്ലാതെ ട്രംപിൻ്റെതായ ഒരു വഴിയിലേക്ക് യാതൊരു ഫോർമുലയും ആ ചർച്ചയിൽ വെച്ചിട്ടില്ല. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് മാക്രോൺ അടക്കം പറഞ്ഞ കാര്യങ്ങൾ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ടുള്ള കോംപ്രമൈസിന് ഇല്ല എന്നുള്ളത്. സെലൻസ്കിയും സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞില്ലെങ്കിൽ പോലും സെലൻസ്കിക്ക് സ്ഥലം വിട്ടുകൊടുത്ത് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ സ്ഥലം വിട്ടുകൊടുത്ത് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത്രയും പാടുപെട്ട് ഈ പണിക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത്രയും സ്വന്തം ജനത്തിനെയും കൊന്ന് പൈസയും കളഞ്ഞ് കെട്ടിടവും കളഞ്ഞ് സ്ഥലവും കളഞ്ഞിട്ട് ഒരു യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതില്ല. രണ്ടാമത്തെ കാര്യം, നാറ്റോ സഖ്യത്തിലേക്ക് ഉൾപ്പെടുത്തില്ല എന്ന് ട്രംപ് പറഞ്ഞു. ഏതാണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും പറഞ്ഞു വേണ്ട. പക്ഷെ അതിന് അനുബന്ധമായി, അതായത് ഇപ്പോൾ നിലവിൽ നാറ്റോ സഖ്യത്തിലുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതൽ നാറ്റോയുടെ സംരക്ഷണത്തിലുള്ള രാജ്യങ്ങളുണ്ട്. 33ഓളം രാജ്യങ്ങൾ ടോട്ടലി ഉണ്ട്. ഇപ്പം നാറ്റോ സഖ്യമല്ല, ഇതിലുള്ള രാജ്യങ്ങൾ. അപ്പോ സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞു അതുപോലൊരു കാറ്റഗറി നമുക്ക് ഉക്രൈന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ പുടിൻ പറഞ്ഞത് അത് നടക്കില്ല. കാരണം നാറ്റോയ്ക്ക് കയറ്റുന്നില്ല, പക്ഷെ നാറ്റോയ്ക്ക് തുല്യമായൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ് അതിനെ അർത്ഥമാക്കുന്നത്? നാറ്റോ തന്നെയല്ലേ ആ വരുന്നത്? അത് പറ്റില്ല. നിങ്ങൾ ബാക്കി എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് കൊടുത്തോ, കുഴപ്പമില്ല. ഇനിയിപ്പോ ആയുധങ്ങൾ അതായത് ഉക്രൈൻ നിങ്ങളൊരു സ്വതന്ത്ര രാജ്യമായിട്ട് കണ്ടാൽ മാത്രം മതി, ഒരു നിഷ്പക്ഷ രാജ്യമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അവിടെ തന്നെ പ്രശ്നം തീരാനുള്ളതേ ഉള്ളൂ. കാരണം നിഷ്പക്ഷമായ രാജ്യമായി കണ്ടു കഴിഞ്ഞാൽ ഉക്രൈന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം ആയുധങ്ങൾ അമേരിക്കയുടെ നിന്നും ആരുടെ കയ്യിൽ നിന്ന് വാങ്ങാം. അതിന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ നിങ്ങൾ അവർക്ക് നാറ്റോയ്ക്ക് തുല്യമായ, നാറ്റോയിൽ എടുക്കുന്നില്ലെന്ന് പറയുകയും ചെയ്ത് നാറ്റോയ്ക്ക് തുല്യമായിട്ടൊരു പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പുടിൻ പറഞ്ഞു കഴിഞ്ഞു. അത് പുടിൻ നിൽക്കുന്ന സ്റ്റാൻഡ്, അദ്ദേഹം എന്താണോ തുടക്കം മുതൽ പറയുന്നത് ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്. നമുക്കറിയാം ഈ പുടിൻ ചോദിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ചോദിക്കുന്ന സ്ഥലമല്ല. മുമ്പ് 2-3 മാസം മുമ്പ് ഞാനും ധനുഷും കൂടി ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് എന്താണ് ഈ സ്ഥലങ്ങളുടെ പ്രത്യേകത എന്നും റഷ്യക്ക് എന്തൊക്കെ വൈകാരികത ആ സ്ഥലങ്ങളോടുണ്ട്, ക്രിമിയ ആയാലും ഈ പറയുന്ന സ്ഥലങ്ങളായാലും ഒക്കെ, ഈ പ്രവിശ്യകൾ വേണമെന്നുള്ള സ്ഥലങ്ങളായാലും ഒക്കെ,
ഡൊണാൾഡ് അടക്കം. എന്താ അതിന് കാരണം വെച്ചാൽ റഷ്യൻസ് ആണ് അവിടെ അവിടെ യുക്രൈനിൽ 20% റഷ്യൻസ് ആണ്. മുമ്പ് 2014 ഒരു അടിയുടെ വക്കോരെ എത്തിയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുക്രൈൻ റഷ്യൻസിനെ പീഡിപ്പിക്കുന്നു. അതായത് ഇപ്പം ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി. ഇപ്പൊ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾക്ക് ഒരു വലിയ നേരെ ആക്രമണം നടക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ട്. നമ്മുടെ ആളുകളാണ്, അതായത് എന്താ പറയുന്നത്, നമ്മുടെ ഇവിടെ നിന്ന് പോയ നമ്മുടെ തന്നെ ഭാഗമായ ആളുകളാണ്, അവർക്ക് അവിടെ അടി കിട്ടുന്നു എന്ന് പറയുമ്പോൾ. പക്ഷെ ഇതിനേക്കാൾ വലിയ വൈകാരികമായ സാധനമാണ് ഈ പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് റഷ്യ 2008 ആണോ 6 എന്ന് എനിക്കറിയില്ല, ആ സമയത്ത് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി റഷ്യ വേറൊരു വലിയ ടെക്നിക്ക് അന്ന് ഉപയോഗിച്ചിരുന്നു. അന്ന് ഇവർക്ക് വെറുതെ അടിക്കാൻ പറ്റത്തില്ലല്ലോ ഉക്രൈന്. അപ്പൊ അതുകൊണ്ട് റഷ്യ ചെയ്തൊരു പണി, അന്ന് ഈ ഉക്രൈനിലുള്ള റഷ്യൻ പൗരന്മാർക്ക് പാസ്പോർട്ട് നൽകി. അതായത് അവിടെയുള്ള പൗരന്മാർക്ക് റഷ്യ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തു. അപ്പൊ ഈ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ എന്താണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്? പൗരനാണ്, ഇന്ത്യൻ ആ ഒരു റഷ്യൻ പൗരനാണ്. ഉക്രൈനിലുള്ള 20% റഷ്യൻസിനും ഈ പറയുന്ന ബോർഡർ ഏരിയയിൽ കിടക്കുന്ന ഈ ക്രിമിയ ഉൾപ്പെടെയുള്ളിടത്ത് കിടക്കുന്ന സുണാട്സക്കിൽ അടക്കം കിടക്കുന്ന ആളുകൾക്ക് ഒരു പാസ്പോർട്ട്. ഇപ്പൊ പിന്നെയും പ്രശ്നമായി. അതായത് ഒരു രാജ്യത്തിനകത്തുള്ള ജനത്തിന് വേറൊരു രാജ്യം പാസ്പോർട്ട് കൊടുക്കും. എന്നിട്ട് റഷ്യ എന്താ പറഞ്ഞതെന്നറിയാമോ? റഷ്യ കയറി അടിയും തുടങ്ങി. അടി തുടങ്ങിയിട്ട് റഷ്യ പറഞ്ഞു, ഞങ്ങളുടെ പൗരന്മാരെയാണ് നിങ്ങൾ ആക്രമിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഈ അവിടെ കിടക്കുന്ന ജനത്തിന് മുഴുവൻ റഷ്യയോട് ഒപ്പം ചേരണമെന്നാണ് ആഗ്രഹമെന്ന് റഷ്യ പറയുന്നു. ഉള്ളതാണോ കള്ളമാണോ എന്നുള്ളത് അറിയില്ല. റഷ്യ അങ്ങനെ പറയുന്നു, അവർക്ക് ഞങ്ങളോട് നിൽക്കുന്നതാണ് ഇഷ്ടം. എന്നാൽ സെലൻസ്കി പറയുന്നു, അവരെ ഗതി പിടിക്കാൻ ഇങ്ങനെ സമ്മതിക്കത്തില്ല. ഞങ്ങളിപ്പോൾ അമേരിക്കയുമായിട്ട് ചേർന്നിരുന്നെങ്കിൽ ഇവരൊക്കെ ഇപ്പൊ ഏത് ലെവലിൽ പോയാണ്, ഇവർ ഈ കൃഷിയും ഒക്കെ ആയിട്ട് നിൽക്കേണ്ട കാര്യമുണ്ടായിരുന്നു എന്നാണ് സെലൻസ്കി പറയുന്നത്. സത്യത്തിൽ ഈ പാവങ്ങൾ കുറെ നാളായിട്ട് പീഡനം അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഇങ്ങനെ ചില പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ വ്ളാഡിമിർ പുടിനായാലും വ്ളാഡിമിർ സെലൻസ്കി ആയാലും ഒക്കെ ഏകദേശം ഒക്കെ ഒരു വംശം തന്നെയാണ് ഈ സാധനമൊക്കെ. അപ്പൊ ഇത് അതുകൊണ്ട് റഷ്യക്ക് അവരുടെ ഒരു അഭിമാന പ്രശ്നമായിരുന്നു. റഷ്യ ഇത് ഇപ്പൊ പറഞ്ഞതല്ല, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. ഞങ്ങളുടെ പൗരന്മാരെ ഞങ്ങൾക്ക് വേണം, ഇത് ഞങ്ങളുടെ പ്രദേശമാണ്, ഞങ്ങളുടെ ആളുകളാണ്, എന്താണ് പറയുന്നത്, ജനറ്റിക് നിന്ന് ഞങ്ങളുടെ പൗരന്മാരാണ്, അത് വേണമെന്ന് പറയും. അതുകൊണ്ട് ആ കാര്യത്തിൽ വിട്ടുവീഴ്ച അവർ റഷ്യ ചെയ്യില്ല. ഇപ്പൊ ക്ലിയർ ആയില്ലേ എന്തുകൊണ്ടാണ് റഷ്യ ഇത്? അല്ലാതെ റഷ്യ ഒരു സുപ്രഭാതത്തിൽ കയറി പിടിച്ചെടുത്ത പ്രദേശമല്ല ഇത്. ഇപ്പൊ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന പ്രദേശം ഉണ്ടല്ലോ യുദ്ധസമയത്ത്, അതല്ല ഇത്. കാരണം റഷ്യ പണ്ടുതൊട്ടേ ലക്ഷ്യം വെക്കുന്ന അവരുടെ ആൾക്കാർ താമസിക്കുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം തന്നെ. 2014 രക്തം ചൊരിയാതെ തന്നെ ക്രീമിയ കിട്ടി. പക്ഷെ ബാക്കിയുള്ള പ്രദേശം കൂടി ഇപ്പൊ അവർ പിടിച്ചെടുത്തിരിക്കുന്നു. അതായത് യുക്രൈനിലുള്ള 20%, അതാണ് പറയുന്നത് ഉക്രൈൻ്റെ 20% റഷ്യക്ക് വേണമെന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. അത് ഇവരുടെ ആൾക്കാരാണ്. അപ്പൊ അതെന്തായാലും ഈ റഷ്യ വിട്ടുകൊടുക്കില്ല. കാരണം അതിനു വേണ്ടിയിട്ടാണല്ലോ അവർ പോരാടിയത്. റഷ്യൻ ജനത റഷ്യൻ സേനയ്ക്ക് പിന്തുണ കൊടുത്തത് എന്തിനാണ്? നമ്മുടെ ആളുകളെ അവിടെ അടിക്കുന്നുണ്ട്, അവർക്ക് സംരക്ഷണം കൊടുക്കണം, അവരെ നമ്മളോടൊപ്പം ചേർക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇത്രയും വലിയ യുദ്ധമൊക്കെ റഷ്യ ഉണ്ടാക്കിയിട്ട് അതിലെന്തായാലും അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യത്തില്ല. ഇപ്പൊ അതിനാ കാര്യത്തിലൊരു തീരുമാനമായല്ലോ, ഇനി അതിനകത്ത് ആർക്കും ഒരു സംശയമില്ലല്ലോ, അതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. രണ്ടാമത്തെ കാര്യം, ഈ നാറ്റോയ്ക്ക് സമാനമായ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം ട്രംപ് പറഞ്ഞത് പുടിൻ സമ്മതിച്ചെന്നാണ്. പുടിൻ സമ്മതിക്കാൻ യാതൊരു സാധ്യതയില്ല. അങ്ങനെ സമ്മതിക്കാൻ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഉക്രൈന് നാറ്റോ സഖ്യത്തിൽ അംഗമാകാമായിരുന്നല്ലോ. അത് പോകാൻ നേരത്തല്ല അടി തുടങ്ങിയത്. അപ്പൊ അതെന്തായാലും അതിനും സാധ്യതയില്ല. ഇവിടെ ആകെ ഒരു ഒത്തുതീർപ്പുള്ളത് പുടിൻ മുൻപോട്ട് വെച്ചിരിക്കുന്നത്, ശരി ഞങ്ങൾ ഈ പ്രദേശം വിട്ടുതരില്ല, ഇത് ഞങ്ങളുടെ ഇതാണ്, പൗരന്മാർ തന്നെയാണ്, അപ്പൊ ഞങ്ങൾ ഈ പ്രദേശം എടുക്കും, പകരം ഉക്രൈനെ ഒരു സ്വതന്ത്ര രാജ്യമായി നിങ്ങൾ അംഗീകരിച്ചോളൂ, അതായത് നിഷ്പക്ഷമായ ഒരു സ്വതന്ത്ര രാജ്യം. അവിടെ പ്രശ്നം, ഇതിന് സമാനമായ ഒരു പ്രശ്നം നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ. ഇന്ത്യ ടിബറ്റൻ പ്രശ്നം ഇതിന് ഏകദേശം സമാനമാണ്. അപ്പൊ ഇതിനും ഇതുപോലെ തന്നെ ഇത് നമുക്ക് നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ എടുത്തോളൂ, നിങ്ങൾ അങ്ങനെ. പക്ഷെ ഇവിടെയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു ഫൈനലൈസ്ഡ് ആയിട്ട് ഒരു തീരുമാനത്തിലേക്ക് ഇത് എത്തുമെന്നും തോന്നുന്നില്ല. കാരണം സ്ഥലം വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉക്രൈനെ സംബന്ധിച്ചായാലും യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചായാലും സെലൻസ്കിയെ സംബന്ധിച്ചായാലും ആത്മഹത്യാപരമാണ്. ഇതിനകത്ത് ആകെ ഒരു ഡീല് നടക്കാൻ സാധ്യതയുള്ളത് ആയുധങ്ങളൊക്കെ നൽകാം, യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ നിങ്ങൾക്ക് വേണ്ട പ്രൊട്ടക്ഷനും ആയുധങ്ങളൊക്കെ നൽകാം എന്ന് പറയുകയും ഇപ്പൊ ഇസ്രയേലിനോടൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ യുദ്ധോപകരണങ്ങളും മറ്റുമൊക്കെ നൽകുകയും എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ നൽകുകയും ചെയ്യാം. രണ്ടാമത്തെ കാര്യം, കുറെ പണം നൽകാം. കാരണം ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാം എന്നൊരു ഓഫർ വെക്കാൻ ഇപ്പോൾ തൽക്കാലം നിർവാഹമുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ ഇനിയും ട്രംപിന് മുറുകാൻ പറ്റത്തില്ല ലോകരാജ്യങ്ങളുടെ. കാരണം നിലവിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് 51% ഇപ്പോഴും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എണ്ണയും ഗ്യാസും ഒക്കെ മേടിയും. ഇനിയും മുറുകിക്കഴിഞ്ഞാൽ പ്രശ്നം രൂക്ഷമാകും. അവിടെയാണ് ട്രംപിന്റെ ഈ തന്ത്രങ്ങൾ പാളിയത്.
ട്രംപ് ഇന്ത്യക്കെതിരെ ഒരു താരിഫ് പ്രഖ്യാപിച്ചു. ചൈനയ്ക്കെതിരെ പ്രഖ്യാപിച്ചതിന് ശേഷം അതിന് ചെറിയൊരു മരവിപ്പിച്ച് നിർത്തി. അതായത് ഒരു കയ്യിൽ ഒരാളെ തഴുകുകയും മറ്റാളെ തല്ലുകയും ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ കുറെ വെല്ലുവിളി നടത്തി. നമ്മുടെ മുകേഷ് അംബാനിയുടെ റിഫൈനറി വരെ തകർക്കുമെന്ന് ആദ്യമായിട്ടാണ് മറ്റൊരു രാജ്യത്തിന്റെ സൈന്യാധിപൻ വേറൊരു രാജ്യത്തിന്റെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ലക്ഷ്യം വെക്കുന്നത്. അതും ഒരു വിചിത്രമായ കാര്യം. എന്തിനേറെ പറയുന്നത്, അമേരിക്കയിൽ പോയിട്ടാണ് ലോക ചരിത്രത്തിൽ തന്നെ കേട്ടുകേഴ്വിയില്ലാത്തതാണ് അമേരിക്കയിൽ പോയിട്ട് അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്ക് അണുവായുധം പ്രയോഗിക്കുമെന്നൊരു സൈനിക മേധാവി പറയുന്നത്. അപ്പൊ ഇതിനെല്ലാം ട്രംപ് വേദി ഒരുക്കി കൊടുത്തത്, ട്രംപ് കരുതിയത് പേടിപ്പിച്ചാൽ പേടിക്കും ഇന്ത്യ, അല്ലെങ്കിൽ അങ്ങനെ കരുതിയെടുത്ത് ട്രംപിന് അത് അമ്പയെ പാളി. നരേന്ദ്രമോദി ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, വലിയ രീതിയിൽ റഷ്യയുടെ എണ്ണ വാങ്ങി റഷ്യയുമായി ബന്ധം ദൃഢമാക്കുകയും ചെയ്തു. പക്ഷെ ബുദ്ധിയും വിവരമുള്ള അമേരിക്കയിലുള്ള പല വിദഗ്ധരും പറഞ്ഞിരുന്നു, ട്രംപിന്റെ ഈ കളി അപകടമാണ്. അത് ഈ ശത്രുക്കളും നമ്മൾ കരുതുന്നവർ, അതായത് ഇന്ത്യയും ചൈനയുമായിട്ടൊക്കെ ശത്രുവും നമ്മൾ കരുതും, ശരിയാണ്, അവർ ശത്രുക്കളുമാണ്. പക്ഷെ വളരെ പണിപ്പെട്ടാണ് നമ്മൾ അവരെ ശത്രുക്കളാക്കി തന്നെ നിലനിർത്താൻ നമ്മൾ കുറെ പണിയെടുത്തിട്ടുണ്ട്. കാരണം കുത്തിത്തിരിപ്പും കാര്യങ്ങളും ഉണ്ടാക്കി. ഇനി അവരെങ്ങാനും ഈ നിക്കക്കള്ളിയില്ലാവുന്ന ഒന്നിച്ചു കഴിഞ്ഞാൽ പണി ഇവിടെ പാളുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഏകദേശം അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അവിടുത്തെ ചില നേതാക്കൾ പറഞ്ഞത്, 1 വർഷം വരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ, കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയുന്നവരെ ഇന്ത്യ വെയിറ്റ് ചെയ്യുന്നു. ഇന്ത്യ ഒന്നിനും ഒരു മറുപടി കൊടുത്തിട്ടില്ല. ഇന്ത്യയുടെ മറുപടികൾ എന്ന് പറഞ്ഞ പ്രവർത്തികൾ തന്നെയാണ്. ഇന്നിപ്പോൾ ചൈനീസ് വിദേശകാര്യമന്ത്രി വരുന്നു, നമ്മുടെ വിദേശകാര്യമന്ത്രി റഷ്യയിൽ പോകുന്നു. ഇന്ന് തന്നെ 2 ഒരേ ദിവസത്തിൽ സംഭവിക്കുന്ന കാര്യം. അതായത് ഒരു സൗഹൃദ രാഷ്ട്രം പോലെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ സഖ്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് നടത്തുന്നു. ഒപ്പം തന്നെ ഇന്ത്യ ഇന്നോ നാളെയൊക്കെ ആയിട്ട് നമ്മുടെ അതിർത്തിയിൽ, നമ്മുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ വലിയൊരു വ്യോമാഭ്യാസം പ്രഖ്യാപിച്ചും കഴിഞ്ഞിട്ടുണ്ട്. ഒരു വലിയ യുദ്ധസമാനമായ രീതിയിലുള്ള വ്യോമാഭ്യാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമല്ല. എങ്കിൽ പോലും ആ ഒരു വ്യോമാഭ്യാസം ഇതുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ സേന കൂടുതൽ ജാഗ്രതയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഏത് നിമിഷത്തിലേക്കും ഒരു സംഘർഷത്തിലേക്ക് പോകാം. ഏതായാലും ട്രംപ് ധൃതി പിടിച്ചൊരു പ്രഖ്യാപനം കൂടെ നടത്തിയിട്ടുണ്ട്. ഇന്നലെ ഈ ചർച്ച കഴിഞ്ഞുടനെ തന്നെ പുടിനെ വിളിച്ചിരുന്നു, 40 മിനിറ്റ് സംസാരിച്ചു എന്നാണ്. ഏതായാലും പുടിനും സെലൻസ്കിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച എത്രയും പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ വളരെ ട്രംപിന് നാണക്കേടുണ്ടാകുന്ന ചില കാര്യങ്ങൾ ഏതായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുടിനെ എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യമാണ് അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ. ആ അമേരിക്കയുടെ മണ്ണിൽ തന്നെ പുടിനെ കാലുകുത്താൻ ചാൻസ് കൊടുത്തു, അതും രാജകീയമായ ഒരു സ്വീകരണം കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തീർന്നു. ഇതായത് ഈ ട്രംപ് ചെന്ന് അടിയറവ് പറഞ്ഞു എന്നൊരു വലിയ ധാരണ പരത്താൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഈ ഒരു മീറ്റിങ്ങിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പുടിൻ അവിടെയും ഒരു രാജാവായിട്ട് തന്നെ വിലസി എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു, അത് കുറെ കോംപ്ലക്സുകൾ ഇവർക്ക് കൂടുതലാണല്ലോ, അതിന്റെ ഒരു വിഷയം കൂടി. ഏതായാലും അക്ഷരാർത്ഥത്തിൽ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടു എന്ന് പറയുന്ന ട്രംപ് ട്രാപ്പിൽ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ്. കാരണം അതായത് പിടിച്ചതുമില്ല കടിച്ചതുമില്ല എന്ന് പറയുന്നത് നിൽക്കുന്ന അവസ്ഥയിൽ ഇനി എന്താന്നുള്ളത് ട്രംപിനും വലിയ പിടുത്തമില്ല. കാരണം ഈ ഡിമാൻഡ്സ് ഒന്നും റഷ്യ അംഗീകരിക്കാൻ പോകുന്നില്ല. റഷ്യ എന്തുകൊണ്ട് അംഗീകരിക്കത്തില്ലെന്ന് പക്ഷേ ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും. കാരണം പിടിച്ചെടുത്ത പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ചുമ്മാതെ പിടിച്ചെടുത്ത പ്രദേശമല്ല, അവർ പണ്ട് തൊട്ട് ലക്ഷ്യം വെച്ച അവരുടെ വൈകാരികമായ പ്രദേശമാണ്, അവരുടെ ജനത വസിക്കുന്ന പ്രദേശമാണ്, ആ പ്രദേശം അവരുടേതാണ് എന്ന് പണ്ട് മുതലേ അവർ പറയുന്ന പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഒരു തീരുമാനം എന്തായാലും ആകില്ല. ഇനി മറ്റേതിൽ എന്തെങ്കിലും നമുക്ക് തീരുമാനമാകുമോ എന്നറിയില്ല. ട്രംപ് എന്തായാലും ഇതിൽ പാളിക്കഴിഞ്ഞ നോബൽ പ്രൈസ്, ഒരുപക്ഷെ ഈ യുദ്ധം തീർക്കാമെങ്കിൽ അദ്ദേഹത്തിന് നോബൽ പ്രൈസിന് അർഹത ഉണ്ടാകും. കാരണം ഒരുപാട് പേര് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത്, ഒരുപാട് രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തൊക്കെ അത് തീരുവോ ഇല്ലയെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെയും ചൈനയുടെയും ഒക്കെ ഒരു ഇടപെടൽ കൂടി ചിലപ്പം ഇതിനകത്ത് ട്രംപിന് തേടേണ്ടി വരും. കാരണം ഒറ്റയ്ക്ക് ഇനി മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ആദ്യം വിചാരിച്ചത് താരിഫ് അടിച്ചു കൊടുത്തു, കുറച്ച് പ്രഷർ കൊടുത്തും കുറെ മുനീറിനെ കൊണ്ട് വരട്ടിയും ചൈനയെ സൂചിപ്പിച്ച് അവരെ നമ്മുടെ പക്ഷത്ത് നിർത്തിയൊക്കെ പോകാമെന്ന് വെച്ചു. പക്ഷെ ട്രംപ് ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ മൂവ് ആയിട്ടില്ല. അതായത് അങ്ങനെ ആകാൻ സാധ്യതയുമില്ല. ആ ഒരു സമയത്ത് ട്രംപ് ഒരുപക്ഷെ ഇന്ത്യയെ ചൈന എന്നല്ല ഇന്ത്യയെ കുറച്ചുകൂടെ വിശ്വാസത്തിലെടുത്ത് ധാർഷ്ട്യമൊക്കെ കളഞ്ഞ് വരാനേ പറ്റൂ. വന്നില്ല എന്നുണ്ടെങ്കിൽ പുള്ളിയുടെ പദ്ധതിയും പ്ലാനും എല്ലാം പാളും. ഒന്നും വ്യാപാര കരാറും എങ്ങും എത്തില്ല. രണ്ടാമത്തെ കാര്യം, ഈ പുടിനെ എങ്ങനെങ്കിലുമൊക്കെ അനുനയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഇപ്പോഴും നിലവിൽ ലോകത്ത് സാധ്യതയുള്ള രാജ്യങ്ങളൊന്ന് ഇന്ത്യയാണ്, മറ്റൊന്ന് ചൈനയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സഹായം ട്രംപ് വളഞ്ഞു വഴി നേടും. ട്രംപ് ആയതുകൊണ്ട് പിന്നെ അതിനൊന്നും ഒരു മടിയും പുള്ളിക്കില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് പുള്ളിയുടേത്. കാരണം അങ്ങനെ സ്ഥിരമായ ഒരു നിലപാടൊന്നുമില്ല.
ഇപ്പൊ ഇന്ന് ശത്രുവാണെങ്കിൽ പുള്ളി വൈകുന്നേരം ആകുമ്പോൾ പുള്ളി മിത്രമാകും. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ശരിക്കും ചിരിച്ചോണ്ട് വരും, പറഞ്ഞാൽ ഒരു പാടുമില്ല. നമ്മുടെ അത് ഒരു നാട്ടിലെ ചില മടിയില്ല. ആൾക്കാരുണ്ടല്ലോ, ഒരു ഉളുപ്പില്ല എന്ന് പറയില്ല. അതായത് ഈ കടം മേടിക്കാൻ ഒരു ഉളുപ്പില്ലാത്ത ആൾക്കാരുണ്ട്. എന്റെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ മേടിച്ചിട്ട് അത് തിരിച്ചു തന്നില്ല, 1 വർഷമായി. അത് കഴിഞ്ഞ് വീണ്ടും പെട്ടെന്ന് വിളിച്ചിട്ട് 1,500 കൂടെ തരും എന്ന് ഒരു ഉളുപ്പില്ല ചോദിക്കില്ലേ? അതുപോലെ ഒരു ഉളുപ്പില്ല. ഇത്രയും നാളെ തെറി പറഞ്ഞുകൊണ്ട് നടന്നാണെന്നൊന്നും ട്രംപിനില്ല. വിളിച്ചിട്ട് പറയും വരൂ കെട്ടിപ്പിടിക്കാന്ന് പറയും ട്രംപ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് എനിക്ക് തോന്നുന്നത് അതും ഒരു നയതന്ത്രം തന്നെയാണ്. കാരണം ഈ പിന്നെ ഉളുപ്പില്ലായ്മ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്ഥായിയായി പുള്ളിക്കൊരു ശത്രുഭാവമില്ല. ഇപ്പൊ രാവിലെ അതെ ഇപ്പൊ അതെ ചീത്ത വിളിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും അടക്കിയിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് അതെ. ഉടക്കം അതാണ്. ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇന്റർനാഷണൽ ന്യൂസ് ഉം. കണ്ടതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് നെതന്യാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് പണി നിർത്തിക്കൊള്ളാണ്ട്. നെതന്യാഹുവാണ് വലിയൊരു യുദ്ധത്തിന് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. കാരണം യുദ്ധം നിർത്തിയാൽ നെതന്യാഹുവിന് പണി കിട്ടും. കാരണം അദ്ദേഹത്തെ അവിടെ പണിയാൻ വേണ്ടിയിട്ട് അവിടെ അവരുടെ പാർട്ടിക്കാരും അവരുടെ പാർലമെന്റും ഒക്കെ കാത്തിരിക്കുക. കാരണം പഴയ അതെ. കേസുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പം ട്രംപ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഒന്ന് നിർത്തണേ, കാരണം 6 നിർത്തിയെന്നാണ് പറയുന്നത്. ഇതിലാകെ നമുക്ക് പറയാനുള്ളത് അർമേനിയക്ക് അസർബൈജാനും പൈസ കൊടുത്ത് ഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും കൂടെ തൽക്കാലം ഒരു ട്രീറ്റി, ഒരു സഖ്യ, ഒരു സമാധാനം. ആ സമാധാന കരാർ നിൽക്കില്ല ധനുഷ്. കാരണം അർമേനിയയുടെ ഒരു പ്രദേശവും അർമേനിയൻ വംശജരുടെ ഒരു പ്രദേശവും അസർബൈജാന്റെ എടുക്കൽ അതിർത്തി ഇരിക്കുന്നിടത്തോളം കാലം ആ തർക്കം തീരില്ല. കാരണം അസർബൈജാൻ ഇടയ്ക്കിടയ്ക്ക് ആരോ ചൊറിയും. ഈ റഷ്യ ഉക്രൈൻ വാർ പോലെ ആകും. കഥ സെയിമാണ്. ഉം. അർമേനിയയുടെ ഈ പൗരന്മാരാണ് ആ അതിർത്തിക്ക് അകത്തുള്ളത് ഒരു പ്രദേശം. ആ പ്രദേശം ഞങ്ങളുടെ അതിർത്തിയാണെന്നാണ് അർമേനിയ പറയുന്നത്. അത് എവിടെ തീരാനാണ് ആ പ്രശ്നം? അതിങ്ങനെ ചൊറിഞ്ഞും പുകഞ്ഞും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് തന്നെയാണ് അസർബൈജാനും റഷ്യയായിട്ടും ഇപ്പം നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകളെ കൊല്ലുകയും ഒക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് ഇവിടുത്തെ. അത് ഉം. ഉം. മാത്രമാണ് ഇപ്പോൾ ഇദ്ദേഹം കൊണ്ടുവന്നത്. അതിനെന്താണ് അദ്ദേഹം ഓഫർ ചെയ്തത്? വലിയ രീതിയിലുള്ള ബിസിനസ് ഡീലാണ് ഓഫർ ചെയ്തത്. അങ്ങനെ ഉം. പണം കൊടുത്ത് അവിടുന്ന് 2 നോബൽ പ്രൈസിന്റെ പിന്തുണ നേടി. പിന്നുള്ളത് കംബോഡിയ, തായ്ലൻഡ് ആയിരുന്നു. അവിടെയും ഒരു കോംപ്രമൈസിലേക്ക് എത്തി. അത് ചിലപ്പോൾ ഒരു പക്ഷേ അത് ഒരു വെടിനിർത്തൽ, അത് ശാശ്വതമായ ഒരു വെടിനിർത്തലേക്ക് പോകുകയില്ലെന്ന് അറിയില്ല. കാരണം അവരും നിരന്തരം ഏറ്റുമുട്ടുന്ന 2 ടീമാണ്. ഉം. പിന്നെ ഇദ്ദേഹം പറയുന്നത് ഈ ഈജിപ്തുമായിട്ട് ഏതോ ഒരു രാജ്യത്തിന് ക്ലാഷ് ഉണ്ടായിരുന്നു, അത് ഞാൻ തീർത്തു എന്നാണ്. പക്ഷെ അത് ആരും വലുതായിട്ട് അറിഞ്ഞില്ല. പിന്നെ അദ്ദേഹം പ്രധാനപ്പെട്ട് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനോട്. ഇന്നിപ്പോ മുനീർ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ വിറച്ചു, ഭയന്നു, യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ട് കാല് പിടിച്ചു, ട്രംപിനെ വിളിച്ച് കരഞ്ഞു എന്നൊക്കെയാണ് മുനീർ പറയുന്നത്. മുനീറിന്റെയും കിളി പോയി കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എവിടെയാണ് യുദ്ധം നിർത്തിയതെന്ന് മനസ്സിലാകുന്നില്ല. സത്യത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിലായിരുന്നു ക്ലാഷ്. ശരിക്കും അവര് തമ്മിലും ആയിരുന്നില്ല ക്ലാഷ്. ഇസ്രായേലും ഗസയും തമ്മിലുള്ള പ്രശ്നമായിരുന്നു, ഹമാസും തമ്മിലുള്ള പ്രശ്നമായിരുന്നു. അതിൽ കയറി ഇടപെട്ട് അത് പിന്നെ ഇസ്രായേൽ ഇറാനുമായി. എന്നാൽ അത് രണ്ടും കൂടെ ഒന്ന് പറഞ്ഞു തീർക്കുന്നവരാ ഒടുവിൽ അമേരിക്കയ്ക്ക് തന്നെ കളത്തിലിറങ്ങി ബോംബിടേണ്ട വന്ന ഒരു സാഹചര്യം അവിടെ വന്നു. ഇപ്പോഴത്തെ റഷ്യയുടെ യുദ്ധം തീർക്കാം എന്ന് പറഞ്ഞ് വലിയ ഭീഷണിയും കാര്യങ്ങളായിട്ടൊക്കെ മുമ്പോട്ട് പോയ ട്രംപ് ഇപ്പൊ എങ്ങനെങ്കിലും ഒന്ന് സെറ്റിൽ ചെയ് എന്ന് പറയുന്ന രീതിയിലേക്ക് പോയി. അത് എങ്ങനെയൊന്നും മേടിച്ചു. അതായത് അമേരിക്കയ്ക്ക് ലോകത്തിന് മുമ്പിൽ വീണ്ടും ഒരിക്കൽ കൂടി വ്യക്തമാകുകയാണ്, സാധാരണപ്പെട്ടവർക്ക് പോലും വ്യക്തമാകുന്നു, പഴയ പവർ ഇല്ല എന്നുള്ള കാര്യം. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പഴയ കണക്ക് ഫണ്ട് എടുത്ത് മറിക്കാനില്ല എന്നുള്ളതാണ്. മുമ്പ് അമേരിക്ക എല്ലാവരും നമ്പി നിന്നതിന്റെ അവരുടെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ സൈനിക ശക്തി മാത്രമായിരുന്നില്ല, പൈസ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും പൈസ ഉള്ള ഒരു മുതലാളിയുടെ കൂടെ ഹായ് പറയാനെങ്കിലും ആളുണ്ടാവും. അദ്ദേഹം റോഡിൽ കൂടെ പോകുമ്പോൾ വഴി നിൽക്കുന്നവരൊന്നും കൈവയ്ക്കാണ്. പൈസ ഇല്ലാതെ വന്നാലോ ആരും കാണില്ല. അതേപോലെ ഇപ്പൊ പൈസ എടുത്തിട്ട് മറിക്കാനില്ല. കാരണം അവർ തന്നെ ഒരു കടത്തിൽ നിൽക്കുന്നു. ഒപ്പം തന്നെ അവരുടെ രാജ്യത്തുള്ള പരിഷ്കരണങ്ങൾ, ഇപ്പോൾ ഈ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പത്തിലേക്ക് അമേരിക്ക പോകുന്നു. ഈ സാഹചര്യത്തിൽ ഇനി കുഞ്ഞൻ രാജ്യങ്ങൾക്കൊക്കെ എവിടെ നിർത്തിട്ട് കൊടുക്കാനാ? പിന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് എന്ത് കിട്ടിയാലും ലാഭമായതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. കാരണം വേറെ ഗതിയില്ല. 10 പൈസയെങ്കിൽ 10 പൈസ, 20 പൈസയെങ്കിൽ 20 പൈസ എന്നുള്ളൊരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് പാകിസ്ഥാനെ കണക്കുള്ള ആ ഒരു രാജ്യങ്ങൾക്ക് പ്രശ്നമില്ല. അല്ലാതെ പഴയ കണക്ക് ഇപ്പം എടുത്ത് വീശാനില്ല, പൈസ ഇല്ല. അതാണ് പ്രശ്നം. ആയുധം എടുത്ത് വീശിയിട്ട് കാര്യമില്ലല്ലോ, പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ. അത് അങ്ങനെ ഉം. നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതൊക്കെ എല്ലാവരും തിരിച്ചറിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഒരു കോംപ്രമൈസിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ആ ട്രംപ് പഴയ ട്രംപ് അല്ല എന്നുള്ളത് തന്നെയാണ് ആകപ്പാടെ. സത്യത്തിൽ നമുക്കത് കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ആക്രോശമൊക്കെ തന്നെയായിരുന്നു നമ്മളെ കണക്കുള്ള മാധ്യമപ്രവർത്തകർ കുറച്ചുകൂടി ഇഷ്ടം. നമുക്ക് എന്നും വാർത്ത തന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ 2 ദിവസമായിട്ട് ഒരു ടയേർഡിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു ശാന്തതയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഏതായാലും അത് താൽക്കാലികമായ ഒരു ശാന്തത മാത്രമാണ്.